L2. നമസ്കാരം. സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രിക് ചാർജിൻ്റെ ചില സവിശേഷതകൾ കണ്ടിരുന്നു അല്ലേ? നമ്മൾ കണ്ടു there are only two types of electric charges. അതിന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കൊടുത്ത പേരുകൾ നമ്മൾ കണ്ടിരുന്നു. ഒന്ന് പോസിറ്റീവ് എന്നും രണ്ടാമത്തേത് നെഗറ്റീവ് എന്നും. ചാർജിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത നമ്മൾ കണ്ടത് ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട് എന്നതാണ്. ഓബ്ജക്ട്സിനെ ചാർജ് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ചാർജിങ് ബൈ കോണ്ടാക്ട് ആൻഡ് ദ അതർ വൺ വാസ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ചാർജിങ് ബൈ ഇൻഡക്ഷനെ ബേസ് ചെയ്ത് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ അസൈൻമെൻറ്റായി തന്നിരുന്നു. എങ്ങനെയാണ് ഒരു മെറ്റാലിക് സ്പിയറിനെ ടച്ച് ചെയ്യാതെ അതിന് നമുക്കൊരു പോസിറ്റീവ് ചാർജ് കൊടുക്കാൻ പറ്റുക എന്നതായിരുന്നു നമ്മുടെ അസൈൻമെൻറ്റ്. നിങ്ങളൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും. സ്കൂളിലെ സാറുമായിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യണം. എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ ചില ബേസിക് പ്രോപ്പർട്ടീസാണ്. ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ദ ഫസ്റ്റ് ബേസിക് പ്രോപ്പർട്ടി that we are discussing is quantization of electric charge. എന്താണ് ഈ ക്വാണ്ടൈസേഷൻ എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. These are two objects, say object A and object B. Let's assume there are 10,000 electrons in A and 15,000 electrons in B. നമ്മൾ ഈ 10,000ഉം 15,000ഉം എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ വളരെ ചെറിയ നമ്പറാണ്. ആക്ച്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നത് ഇതിനേക്കാളുമൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും എന്ന് ഓർക്കുക. നമ്മൾ സൗകര്യത്തിന് വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. ആൻഡ് ലെറ്റ് വി ആർ റബ്ബിംഗ് ദ ഓബ്ജക്റ്റ് എ വിത്ത് ദി ഓബ്ജക്റ്റ് ബി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ആൻഡ് ലെറ്റ്സ് അസ്യൂം 1000 ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം എ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ എന്ന ഓബ്ജക്റ്റിൽ 9000 ഇലക്ട്രോൺസേ ഉള്ളൂ. ബി എന്ന ഓബ്ജക്റ്റിലോ ഇപ്പോൾ 16,000 ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ എ ഹാസ് എ ഡെഫിഷ്യൻസി ഓഫ് 1000 ഇലക്ട്രോൺസ് നൗ ആൻഡ് ബി ഹാസ് 1000 ഇലക്ട്രോൺസ് ഇൻ എക്സസ് നൗ. ആക്ച്വലി എ എന്ന ഓബ്ജക്റ്റിൽ 1000 ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ 1000 പ്രോട്ടോൺസ് എക്സസ് ആയി വന്നു എന്നാണ്. അപ്പോൾ നമുക്ക് പറയാം എ ഹാസ് എ പോസിറ്റീവ് ചാർജ് ആൻഡ് ബി ഹാസ് എ നെഗറ്റീവ് ചാർജ്. അപ്പോൾ എ എന്ന ഓബ്ജക്റ്റിന് ഇപ്പോൾ പോസിറ്റീവ് ചാർജും ബി എന്ന ഓബ്ജക്റ്റിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഇനി ബി എന്ന ഓബ്ജക്റ്റിന് എത്ര നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും? 1000 ഇലക്ട്രോൺസ് ആണ് അവിടെ എക്സസ് ആയി വന്നത്. അപ്പോൾ 1000 ഇലക്ട്രോൺസിൻ്റെ നെഗറ്റീവ് ചാർജാണ് ഇപ്പോൾ ബി എന്ന ഓബ്ജക്റ്റിന് ഉള്ളത്. എ എന്ന ഓബ്ജക്റ്റിനോ അവിടെ 1000 ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എ എന്ന ഓബ്ജക്റ്റിന് കിട്ടുന്നത് 1000 ഇലക്ട്രോൺസിൻ്റെ ചാർജ് തന്നെയായിരിക്കും, പക്ഷേ അതിന് പോസിറ്റീവ് സൈൻ ആയിരിക്കുകയും ചെയ്യും. ദാറ്റ് മീൻസ് I can represent the charge of the object B as Q equals minus 1000 E, where E is the charge of an electron. എന്താ ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്? ബിയിലേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ എയുടെ ചാർജോ? എയുടെ ചാർജ് നമുക്ക് Q ഈക്വൽസ് പ്ലസ് 1000 E എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെയും ഇ എന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നെയാണ്. പ്ലസ് സൈൻ കാണിക്കുന്നത് ഈ എ എന്ന ഓബ്ജക്റ്റിൽ നിന്നും 1000 ഇലക്ട്രോൺസ് നഷ്ടമായി എന്നാണ്. ഈ എക്സാമ്പിളിലേക്ക് നോക്കൂ. ഐ എം സേയിങ് ചാർജ് ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് മൈനസ് 56 E. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനകത്തേക്ക് ഇലക്ട്രോൺസ് ആഡ് ചെയ്യുകയാണോ അതോ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുകയാണോ? നോക്കൂ, നെഗറ്റീവ് സൈനാണ്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദാറ്റ്. How many electrons? 56 electrons.
അല്ലേ? If so, the other object will be having a charge of q equals plus 56e. ആ പ്ലസ് സൈൻ കാണിക്കുന്നത് എന്താ? ആ ഒബ്ജക്റ്റിൽ നിന്നും ഇലക്ട്രോൺസ് നഷ്ടമായി. ഹൗ മെനി ഇലക്ട്രോൺസ്? 56 ഇലക്ട്രോൺസ്. അങ്ങനെയാണെങ്കിൽ ദേ ഇതിൻ്റെ മീനിങ് ഒന്ന് നിങ്ങൾ പറഞ്ഞ്, q ഈക്വൽസ് മൈനസ് 1.5e. നെഗറ്റീവ് സൈനാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺസ് ആഡ് ചെയ്യപ്പെട്ടു എന്ന്, അല്ലേ? എത്ര ഇലക്ട്രോൺസ് ആഡ് ചെയ്തത്? 1.5, അല്ലേ? ഇത് പോസിബിൾ ആണോ? ഇതാണ് നമുക്കറിയേണ്ടത്. 1.5 എന്ന് പറഞ്ഞാൽ എത്ര? 1 ഇലക്ട്രോൺ ആൻഡ് എ ഹാഫ്. ഇങ്ങനെ 1 ഇലക്ട്രോൺ ആൻഡ് എ ഹാഫ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഈ ചാർജിൻ്റെ ട്രാൻസ്ഫർ മനസ്സിലാക്കുന്നതിനായി നമുക്ക് വളരെ സിമ്പിളായ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഷോപ്പിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന മിൽക്ക് പാക്കറ്റ്സ് ആണ്. ഈ ഓരോ പാക്കറ്റിലും 1/2 ലിറ്റർ മിൽക്ക് ഉണ്ട്. ഇവിടേക്ക് വന്നാൽ നമുക്ക് പാല് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുന്നത്? യു ക്യാൻ ബൈ 1 പാക്കറ്റ്. ഈ 1 പാക്കറ്റ് കഴിഞ്ഞാൽ അടുത്ത പോസിബിലിറ്റി എത്രയാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാക്കറ്റ് വാങ്ങിക്കാം. 3 പാക്കറ്റ്സ് യു ക്യാൻ ബൈ, ബട്ട് യു ക്യാൻ നെവർ ബൈ 1.5 പാക്കറ്റ്. 1.5 പാക്കറ്റ് പാല് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ 1/2 ലിറ്ററിൻ്റെ മൾട്ടിപ്പിൾസായി മാത്രമേ നമുക്ക് പാല് വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ നമ്മൾ പറയും ആ ഷോപ്പിൽ നിന്നും നമുക്ക് മിൽക്ക് കിട്ടുന്നത് ഡിസ്ക്രീറ്റായാണ്, കണ്ടിന്യൂസ് ആയി അല്ല എന്ന്. ഇനി എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയി ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നറിയണമെങ്കിൽ നിങ്ങൾ ഈ 1 കവർ പാല് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് ഒരു വെസലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ പാക്കറ്റിൽ നിന്നും വെസലിലേക്ക് മിൽക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ആയല്ല, പകരം കണ്ടിന്യൂസ് ആയാണ്. നിങ്ങളോട് പറയുന്നു ഈ വാങ്ങിയ മുഴുവൻ പാല് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അതിൻ്റെ പകുതി മതി, ഒരു പ്രശ്നവുമില്ല. ആ പാക്കറ്റിലുള്ളതിൻ്റെ 1/2 എടുത്തിട്ട് ബാക്കി 1/2 നിങ്ങൾക്ക് പിന്നെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ആ ട്രാൻസ്ഫറിനെ നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് ട്രാൻസ്ഫർ എന്നാണ്. നമുക്കറിയേണ്ടത് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ആയാണോ അതോ ഡിസ്ക്രീറ്റ് ആയാണോ എന്നാണ്. ചാർജിന് കണ്ടിന്യൂസ് ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ചാർജ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ എ ഡിസ്ക്രീറ്റ് മാനർ. സോ q ഈക്വൽ ടു മൈനസ് 1.5e or q ഈക്വൽസ് പ്ലസ് 1.5e ഈസ് നോട്ട് പോസിബിൾ. Or I can say any charge can be represented as q equals plus or minus n into e, where n is any integer and e is the charge of an electron. ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് the minimum value of charge is obtained by substituting n is equal to 1 in this equation. സോ എന്തായിരിക്കും മിനിമം ചാർജ്? q ഈക്വൽസ് ഇ. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ ചാർജാണ് നമ്മുടെ നേച്ചറിൽ കാണുന്ന ഏറ്റവും ചെറിയ ചാർജ്. മറ്റ് ചാർജുകളൊക്കെ തന്നെ ഈ ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസായി മാത്രമേ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റൂ. ഇലക്ട്രോണിൻ്റെ ചാർജും പ്രോട്ടോണിൻ്റെ ചാർജും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെയും പ്രോട്ടോണിൻ്റെ ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. ആ വാല്യൂവിനെ നമ്മളിവിടെ ഇ എന്നെടുത്തിരിക്കുന്നു. ഇഫ് യു ഗിവ് എ പോസിറ്റീവ് സൈൻ ടു ദിസ് ഇ, ദാറ്റ് ബിക്കംസ് ദ ചാർജ് ഓഫ് എ പ്രോട്ടോൺ. ആൻഡ് ഇഫ് യു ആർ ഗിവിംഗ് എ നെഗറ്റീവ് സൈൻ ടു ഇ, ദാറ്റ് ബിക്കംസ് ദ ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. സോ ബൈ ദിസ് പ്രോപ്പർട്ടി കോൾഡ് ക്വാണ്ടൈസേഷൻ, we can say electric charges are always an integral multiple of a basic unit of charge. ചാർജിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ആദ്യമായി എക്സ്പെരിമെൻറ്റിലൂടെ സജസ്റ്റ് ചെയ്തത് മൈക്കൽ ഫാരഡെയാണ്. ലേറ്റർ എക്സ്പെരിമെൻ്റലി മില്ലിക്കൻ പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രിക് ചാർജ് ഈസ് എ ക്വാണ്ടൈസ്ഡ് ക്വാണ്ടിറ്റി. സോ റിമെമ്പർ ദാറ്റ് ഇക്വേഷൻ. Any free charge can be expressed as q equals plus or minus n into e, where n can have any integer value and e is the basic unit of charge and its value is determined to be
E equals 1.6021 into 10 raised to minus 19 coulomb. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഈ വാല്യൂ ഓർത്ത് വയ്ക്കുക. E ഈക്വൽസ് 1.6021 ഇൻറ്റു 10 raised to minus 19 coulomb. ഓബ്ജക്ട്സ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ അതിന് ചാർജ് കിട്ടും. ഈ സവിശേഷത ഒന്ന് നന്നായി മനസ്സിലാക്കാൻ നമുക്കൊരു റിയൽ സിറ്റുവേഷനിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കതിനൊരു ക്വസ്റ്റ്യൻ ആക്കി എഴുതാം. എഴുതൂ ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് റബ്ബിംഗ് ബിറ്റ്വീൻ ടു ഓബ്ജക്ട്സ് 10 raised to 9 electrons are transferred in every second. How much time will it take to get a charge of 1 coulomb? കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. We know the SI unit of electric charge is coulomb. രണ്ട് ഓബ്ജക്ട്സ് തമ്മിൽ റബ്ബ് ചെയ്യുന്നു. And in the question they are giving you that 10 raised to 9 electrons are transferred in every second. 10 raised to 9 എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല, 100 crore ആണ്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എന്താ? 100 കോടി ഇലക്ട്രോൺസ് ഒരു സെക്കൻഡിൽ ഒരു ഓബ്ജക്റ്റിൽ നിന്നും മറ്റൊരു ഓബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ ഈ ഇലക്ട്രോൺസ് കിട്ടുന്ന ഓബ്ജക്റ്റിന് ഒരു നെഗറ്റീവ് ചാർജ് കിട്ടണ്ടേ? 1 കൂളോം എന്ന നെഗറ്റീവ് ചാർജ് കിട്ടാൻ എത്ര സമയമെടുക്കും? എത്ര സമയം നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴാണ് 1 കൂളോം എന്ന നെഗറ്റീവ് ചാർജ് അതിലേക്ക് അക്യൂമുലേറ്റ് ചെയ്യപ്പെടുക എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. You know, number of electrons transferred in 1 second is 10 raised to 9. We know the charge of an electron is E. If so, how much charge is transferred in 1 second? The charge transferred in 1 second is 10 raised to 9 into E. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നതിൻ്റെ മീനിങ് എന്താ? 10 raised to 9 E കൂളോം ഓഫ് ചാർജ് ഒരു സെക്കൻഡിൽ അക്യൂമുലേറ്റ് ചെയ്യും. 10 raised to 9 E കൂളോം ഓഫ് ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാൻ ആവശ്യമായ ടൈം എന്നത് 1 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ 1 കൂളോം ചാർജ് അക്യൂമുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും? ദ റിക്വയർഡ് ടൈം ഈസ് 1/10 raised to 9 E സെക്കൻഡ്. വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. 1/10 raised to 9 into 1.6 into 10 raised to minus 19. ഞാൻ ആ ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിനെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്ത് 1.6 into 10 raised to minus 19 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 6.25 into 10 raised to 9 സെക്കൻഡ് എന്നായിരിക്കും. ഈ 6.25 into 10 raised to 9 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇൻ്റർവെൽ എത്രയാണ് എന്ന് മനസ്സിലാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കിട്ടിയ ടൈം ഇൻ്റർവെലിനെ ഒന്ന് ഇയേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യാം. എത്ര ഇയേഴ്സ് ആണ് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ 6.25 into 10 raised to 9 ഡിവൈഡഡ് ബൈ 60 into 60 into 24 into 365. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് 198 years. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്ര ഹ്യൂജ് ടൈമാണ് ഈ 6.25 into 10 raised to 9 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റബ്ബ് ചെയ്ത് 1 കൂളോം ചാർജ് അക്യൂമുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയി 198 വർഷങ്ങൾ ഇത് റബ്ബ് ചെയ്യണം എന്നാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, എവിടെയോ എന്തോ പ്രശ്നമില്ലേ? ആ പ്രശ്നം വന്നത് 1 കൂളോം എന്ന ചാർജിലാണ്. ഈ 1 കൂളോം എന്ന ചാർജ് അത്രത്തോളം ഹ്യൂജ് ചാർജാണ് എന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ചാർജിൻ്റെ SI യൂണിറ്റ് കൂളോം ആണെങ്കിലും നമ്മൾ സാധാരണയായി കൂളോം പ്രാക്ടിക്കലി യൂസ് ചെയ്യാറില്ല. മില്ലി കൂളോം, മൈക്രോ കൂളോം, നാനോ കൂളോം ഇങ്ങനെയുള്ള യൂണിറ്റ്സിലാണ് നമ്മൾ ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യാറ്. നമുക്കിനി ഇലക്ട്രിക് ചാർജിൻ്റെ രണ്ടാമതൊരു ബേസിക് പ്രോപ്പർട്ടി നോക്കാം. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ആൽഫ പാർട്ടിക്കിളാണ്. നമുക്കറിയാം an alpha particle consists of 2 protons and 2 neutrons. ഈ റെഡ് കളറിൽ കാണുന്നത് പ്രോട്ടോൺസിനെയും ബ്ലൂ കളറിൽ കാണുന്നത് ന്യൂട്രോൺസിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും.
നമുക്കറിയാം ന്യൂട്രോൺസിന് ചാർജ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ന്യൂട്രോൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് ആ പ്രോട്ടോൺസിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാം. ലെറ്റ് ദ ചാർജ് ഓഫ് ദ പ്രോട്ടോൺ ഈസ് ഇ. ഇഫ് സോ യു ടെൽ മീ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ആൻ ആൽഫ പാർട്ടിക്കിൾ. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ദ ചാർജ് ഈസ് 2e. എങ്ങനെയാണ് ഈ 2e കിട്ടിയത്? ഈ രണ്ട് ചാർജും കൂടി നിങ്ങൾ ആഡ് ചെയ്തു അല്ലേ? Now you see this one. This is a hydrogen atom. At the nucleus you can see a proton and see one electron is revolving in the orbit. What is the total charge of hydrogen atom? Parayu, answer parayu. E plus minus E. That becomes 0. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത പ്രോപ്പർട്ടിക്കാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് charge of a system is obtained by adding the charges algebraically. ആൾജിബ്രിക്കായി ചാർജസിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കിട്ടും എന്ന്. എന്താ ഈ ആൾജിബ്രിക് അഡീഷൻ? നമുക്കറിയാം ചാർജസിനെ നമ്മൾ പോസിറ്റീവ് സൈൻ കൊണ്ടും നെഗറ്റീവ് സൈൻ കൊണ്ടും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യുമ്പോൾ ഈ സൈൻസ് കൂടി കൺസിഡർ ചെയ്യണം എന്നാണ് ആൾജിബ്രിക് അഡീഷൻ്റെ മീനിങ്. And here you can see charges add up like real numbers. So we can say charge is a scalar quantity like the mass. ഈ പ്രോപ്പർട്ടി നമുക്കിനി ഒന്ന് ജനറലി കാണാം. See, this system has two charges, Q1 and Q2. You tell me what is the total charge of the system? It's very simple. You can say the total charge Q equals Q1 plus Q2. നമുക്കൊന്നുകൂടി ജനറലൈസ് ചെയ്യാം. See, in this system you have n charges. The charges are Q1, Q2, Q3, etc. Qn. Write an equation for the total charge of the system. The total charge Q equals Q1 plus Q2 plus Q3 plus etc. plus Qn. Now let's move to another basic property of electric charge. That property is called conservation of charge. See, this is a neutron. We know the charge of the neutron is 0. Neutron is neutral. This neutron can split into two particles. ന്യൂട്രോൺ അങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പാർട്ടിക്കിൾസ് ആണ് ഈ പ്രോട്ടോണും ഇലക്ട്രോണും. The charge of the proton is plus E and the charge of the electron is minus E. So the total charge after disintegration is 0. The total charge before disintegration also was 0. That means in this process no charge is created or no charge is destroyed. This is what is called conservation of electric charge. We can state it like the algebraic sum of all the electric charges in any closed system is constant. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും ഒക്കെ ഡിസ്കസ് ചെയ്തത് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രമാണ്. ഈ ചാർജിനെ എങ്ങനെ മെഷർ ചെയ്യാം എന്ന് നമ്മൾ ഇതുവരെയും കണ്ടില്ല. ചാർജസിനിടയിലുള്ള ഫോഴ്സിനെ എങ്ങനെ മെഷർ ചെയ്യാമെന്നും നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തില്ല. ചാർജസിനിടയിലുള്ള ഫോഴ്സിനെ മെഷർ ചെയ്യാൻ ആദ്യമായി ശ്രമിച്ചത് ചാൾസ് അഗസ്റ്റിൻ ഡി കുലോം എന്ന സയൻറ്റിസ്റ്റാണ്. ഗ്രാവിറ്റേഷനിൽ ജിയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ കാവൻഡിഷ് യൂസ് ചെയ്ത ടോർഷൻ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് കുലോം ഇത് ചെയ്തത്. കുലോം കൺസിഡേർഡ് ടു ചാർജസ്. നിങ്ങൾക്ക് ആ ചാർജസ് കാണാം. ദിസ് ചാർജ് ഈസ് Q1, ദി അതർ ചാർജ് ഈസ് Q2. And these two charges are separated by some distance, say r. കുലോം ഈ ചാർജസിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യിച്ചു. അതുപോലെ ഈ രണ്ട് ചാർജസിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്തു. അങ്ങനെ എക്സ്പെരിമെൻ്റലി കുലോം ഫൗണ്ട് ദാറ്റ് ദ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു magnitude of the charges, and this force varies inversely as the square of the distance between the charges. ഈ ചാർജസിനിടയിലുള്ള ഡിസ്റ്റൻസ് വേരി ചെയ്യാൻ വളരെ ഈസിയാണ്.
പക്ഷേ എങ്ങനെയാണ് ഈ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുക? വളരെ സിമ്പിളായ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് കൂളുംബ് അത് ചെയ്തത്. അതെങ്ങനെയാണ് എന്നൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഈ ഡിസ്കഷനിലേക്ക് വരാം. ലെറ്റ് ദിസ് സ്ഫിയർ ഹാസ് എ ചാർജ് Q. ഈ സ്ഫിയറുമായി ഐഡൻറ്റിക്കലായ ന്യൂട്രൽ സ്ഫിയറുമായി ഞാൻ കോൺടാക്റ്റിൽ വെച്ചാൽ ഇപ്പോൾ ചാർജ് ഷെയർ ചെയ്യില്ലേ? ചാർജ് ഷെയർ ചെയ്ത് ഓരോ സ്ഫിയറിൻ്റെയും ചാർജ് Q/2 ആയി മാറും. ഈ Q/2 ചാർജുള്ള സ്ഫിയർ ഐഡൻറ്റിക്കലായ മറ്റൊരു ന്യൂട്രൽ സ്ഫിയറുമായി ഞാൻ കോൺടാക്റ്റിൽ വെച്ചാൽ Q/2 എന്ന ചാർജ് വീണ്ടും ഷെയർ ചെയ്ത് ചാർജ് Q/4 ആയി മാറും. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് സ്ഫിയേഴ്സിലെ ചാർജ് കൂളുംബ് ചേഞ്ച് ചെയ്തത്. ഇങ്ങനെ ചാർജസിനിടയിലുള്ള സെപ്പറേഷനും ചേഞ്ച് ചെയ്തുകൊണ്ട് കൂളുംബ് എത്തിയ കൺക്ലൂഷനാണ് ദ ഫോഴ്സ് ബിറ്റ്വീൻ 2 point charges ഈസ് പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജസ് and it varies inversely as the square of the distance between the charges. This force acts along the line joining the two charges. This statement is called Coulomb's law. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാനൊരു ടേം ഉപയോഗിച്ചിട്ടുണ്ട്, പോയിന്റ് ചാർജസ്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ കാണുന്നതാണ് പോയിന്റ് ഓബ്ജക്റ്റ്. These two charges can be treated as point charges if the size of the charged particles is negligible in comparison with the separation between them. നമുക്ക് ഇനി കൂളുംബ്സ് ലോയെ ഒന്ന് മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം. Let this a charge Q1 and this is another charge Q2. These two charges are separated by a distance say r. From Coulomb's law, we can write F proportional to Q1 Q2 divided by R square. ഈ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് നമുക്കൊരു ഈക്വൽ സൈൻ കൊടുക്കാം. സോ യു വിൽ ഗെറ്റ് F ഈക്വൽസ് K ഇൻറ്റു Q1 Q2 divided by R square. This K is a constant. നമ്മൾ ഏത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലാണ് ചാർജിനെയും ഫോഴ്സിനെയും റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്ത് കെയുടെ വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാം. ഇൻ SI, the value of K is usually taken as 1/4πε0, where this epsilon 0 is a constant which is the permittivity of free space. നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ഈ ചാർജസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫ്രീ സ്പേസിലാണ് എന്നാണ്. സോ നൗ വി ക്യാൻ ചേഞ്ച് ദിസ് ഇക്വേഷൻ ആസ് F ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q1 Q2 divided by R square. Here epsilon 0 is the permittivity of free space and you remember its value. It is 8.854 into 10 to the power of minus 12 Coulomb square Newton inverse meter raised to minus 2. ഈ കെ മാറ്റിയിട്ട് നമ്മൾ 1/4πε0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദ വാല്യൂ ഓഫ് 1/4πε0 ഈസ് 9 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളോം റൈസ് ടു minus 2. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ വാല്യൂ എങ്ങനെ മാറുമെന്ന് നോക്കൂ. F ഈക്വൽസ് 9 ഇൻറ്റു 10⁻⁹ Q1 Q2 divided by R square. സോ അപ്പോൾ കൂളംസ് ലോയ്ക്ക് നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. ഫോഴ്സ് ഈസ് F ഈക്വൽസ് 1/4πε0 ഇൻറ്റു Q1 Q2 divided by R square. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തതെന്ന് എല്ലാവരും ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ ഇലക്ട്രിക് ചാർജിൻ്റെ 3 ബേസിക് പ്രോപ്പർട്ടീസ് പറഞ്ഞു അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ അത്. ദ ഫസ്റ്റ് വൺ വാസ് കോണ്ടൈസേഷൻ. അവിടെ നമ്മളൊരു ഇക്വേഷൻ കൂടി പറഞ്ഞിരുന്നു. Q ഈക്വൽസ് ± NE. റിമെമ്പർ N ക്യാൻ ഹാവ് ഓൺലി ഇൻറ്റിജർ വാല്യൂസ്. അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? അഡിറ്റിവിറ്റി ഓഫ് ഇലക്ട്രിക് ചാർജ്. ഒരു പ്രോപ്പർട്ടിയും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു, കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. പിന്നെ നമ്മൾ കൂളോംസ് ലോ ഡിസ്കസ് ചെയ്തു. കൂളോംസ് ലോയിൽ നമ്മൾ കണ്ടു
the force between 2 point electric charges is proportional to product of magnitude of the charges, and it is inversely proportional to square of their separation, and this force is acting along the line joining the charges. Mathematically നമ്മൾ ഇതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്തത്? F equals 1/4πε0 into Q1 Q2 divided by R square. ഈ കൂളോംസ് ലോയുടെ ആപ്ലിക്കേഷനായി നിങ്ങളൊരു അസൈൻമെൻറ്റ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. കാൽക്കുലേറ്റ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ എ പ്രോട്ടോൺ ആൻഡ് ആൻ ഇലക്ട്രോൺ separated by a distance of 0.5 angstrom. ഇത് ആക്ച്വലി ഒരു ഫിസിക്കൽ സിറ്റുവേഷനാണ്. 0.5 ആങ്സ്ട്രം എന്ന ഡിസ്റ്റൻസിൽ ഒരു പ്രോട്ടോണും ഇലക്ട്രോണും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. എത്രയാണ് അവയ്ക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഈ കൂളോംസ് ലോയുടെ കൂടുതൽ ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.